നമസ്കാരം. ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനമായിട്ടൊക്കെ തന്നെ വലിയ പ്രഖ്യാപനമൊക്കെ നടത്തി. എന്തായാലും പ്രതിപക്ഷ നിയമസഭയിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയി. കേരളത്തിൽ അതിദരിദ്രർ ഇല്ല എന്നുള്ളത് ഒരു തെറ്റായ കണക്കല്ലേ? ഇവിടെ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ഇവരെ ഉദ്ദേശിക്കുന്ന മാനദണ്ഡം എന്താണ് എന്നുള്ള കാര്യമാണ് നമുക്ക് വ്യക്തമാകാത്തത്. കാരണം പലപ്പോഴും പലതാണ് പറയുന്നത്. അതിദാരിദ്ര്യം, അതിദരിദ്രർ, ഈ വിഭാഗത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അല്ലെങ്കിൽ കണ്ടെത്തുന്നത് എന്നുള്ള കാര്യം ഒന്ന് അന്വേഷിക്കണം. ഇതിനിടയിൽ ഇന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ്. 43 ലക്ഷം കിലോ റേഷൻ അരി മറിച്ചു. 43 ലക്ഷം കിലോ പാവപ്പെട്ടവന് കിട്ടേണ്ട അരി മറിച്ചു. തട്ടിപ്പ് നടന്നത് 2021 ജൂൺ മുതൽ 25 ഓഗസ്റ്റ് വരെയുള്ള 4.5 വർഷങ്ങളിലാണ് ഈ തട്ടിപ്പ് നടന്നത്. 43 ലക്ഷം കിലോ അരി. ഉദ്യോഗസ്ഥരും ഇടനിലക്കാരും വ്യാപാരികളും ചേർന്ന വലിയ തിരിമറിയാണ് ഇവിടെ നടന്നത് എന്നുള്ളതാണ് ഇന്ന് മനോരമയുടെ റിപ്പോർട്ട്. എന്തായാലും അതിദാരിദ്ര്യ അനുഭവിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കേണ്ട റേഷൻ അരിയാണ് ഇത്തരത്തിൽ മറിച്ചിരിക്കുന്നത്. 43 ലക്ഷം കിലോ എന്നൊക്കെ പറഞ്ഞാൽ എന്തു വരും? സംസ്ഥാനത്തെ സാധാരണക്കാർക്ക് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യേണ്ട അരിയിൽ 43 ലക്ഷം കിലോഗ്രാം 4 വർഷം കൊണ്ട് കരിഞ്ചന്തക്കാർ തട്ടിയെടുത്തു. കടത്താനായി ഗോഡൌണുകളിൽ സൂക്ഷിച്ച 75,000 കിലോയും കടത്തിയതിൽ നിന്ന് 1.3 ലക്ഷം കിലോയും ഉദ്യോഗസ്ഥർ തിരിച്ചു പിടിച്ചു എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സപ്ലൈകോയുടെയും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെയും വിവിധ ഓഫീസുകളുടെ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് വിവരാവകാശ രേഖകൾ വഴി ഇപ്പോൾ കണ്ടെത്തി വാർത്തയാക്കിയിരിക്കുന്നത്. 2021 ജൂൺ മുതൽ 2025 ഓഗസ്റ്റ് വരെ ഉള്ള വലിയ തട്ടിപ്പാണ് നടന്നത്. എന്തെല്ലാം തട്ടിപ്പുകളാണ് നടക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ടും അതിദാരിദ്ര്യം എന്നൊക്കെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം വേലകളാണ് ഇവിടെ കാണിക്കുന്നത്. പാവപ്പെട്ടവന്റെ അരി പോലും കരിഞ്ചന്തയിൽ മറിച്ചു വിറ്റു. അതൊന്നും ഇവിടെ സർക്കാർ അറിഞ്ഞില്ല. 1-2 ദിവസമല്ല, 4 വർഷത്തോളം ഈ അരി മറിച്ചു വിൽക്കൽ പരിപാടി നടന്നു. പാവപ്പെട്ടവന് കിട്ടേണ്ട അരിയാണ്. അതുപോലെ ഇതൊക്കെ വെറും പൊള്ളയാണ്. ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന കണക്കുകളെല്ലാം പൊള്ളയാണ്. ഭക്ഷണം, സുരക്ഷിതമായ വാസസ്ഥലം, അടിസ്ഥാന വരുമാനം, ആരോഗ്യസ്ഥിതി എന്നീ 4 ഘടകങ്ങളെയാണ് അടിസ്ഥാനപ്പെടുത്തുന്നത് എന്നാണ് പറയുന്നത്. 64,006 അതിദരിദ്രരെ കണ്ടെത്തി ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കി എന്നാണ് സർക്കാർ വാദിക്കുന്നത്. 64,006. എന്നാൽ 5.92 ലക്ഷം കുടുംബങ്ങളാണ് അതിദാരിദ്ര്യ വിഭാഗത്തിൽ കേരളത്തിൽ ഉള്ളത് എന്നാണ് 2024 സർക്കാരിന്റെ സാമ്പത്തിക അവലോകന കണക്ക്. 3 മാസം മുൻപ് നിയമസഭയിൽ മന്ത്രി GR അനിൽ അവതരിപ്പിച്ചതും ഈ കണക്കാണ്. 5.92 ലക്ഷം അതിദാരിദ്ര്യ കുടുംബങ്ങൾ. ഇവരെയൊക്കെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കിയോ? ഇവർക്ക് വീട്, ഭക്ഷണം, അടിസ്ഥാന വരുമാനം ഒക്കെ തന്നെ കണ്ടെത്തി കൊടുത്തോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. എന്തൊക്കെ പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും കാണിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടാണ് ഇങ്ങനെ LDF സർക്കാർ മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ്. 5.92 ലക്ഷം അതിദരിദ്ര കുടുംബങ്ങളെ ഒരു വർഷത്തിനിടയിൽ ദാരിദ്ര്യമുക്തമാക്കിയത് എങ്ങനെയെന്നും ചോദ്യം. കേന്ദ്രത്തിന്റെ കണക്കിൽ ഇപ്പോഴും കേരളത്തിൽ 5.92 ലക്ഷം കുടുംബങ്ങൾ അതിദരിദ്രരുടെ പട്ടികയിലുണ്ട്. മഞ്ഞക്കാട് ഉടമകളായ ഇവർക്ക് ഭക്ഷ്യധാന്യം കേന്ദ്ര സർക്കാർ നൽകുന്നുമുണ്ട്. വനവാസി മേഖലയിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. 2,56,102 പട്ടികജാതിക്കാരും 1,02,298 പട്ടികവർഗക്കാരും ഇപ്പോഴും ഭവന ഭൂരഹിതരാണ്. ഇവരും കേരളത്തിലെ ജനങ്ങളല്ലേ? ഇവര് കേരളത്തിൽ ജനിക്കുന്നവരാണ്. കേരളത്തിൽ വോട്ടവകാശമുള്ള കേരളത്തിലെ പൗരന്മാരാണ്, ഇന്ത്യയുടെ പൗരന്മാരാണ്. അവരും അതിദരിദ്രരാണ്. അവർക്ക് വാസസ്ഥലമില്ല, വീടില്ല, ഭക്ഷണമില്ല, ജോലിയില്ല, ഒന്നുമില്ല. എന്നിട്ടും അവരെ കണ്ടില്ല. പാവപ്പെട്ട ഗോത്ര വർഗ നിവാസികളെയും പിന്നാക്കക്കാരെയും കണ്ടില്ല. കേരളം ഭാരതത്തിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാകുന്നതിന്റെ പ്രഖ്യാപനം ആണ് ഇന്ന് നിയമസഭയിൽ നടന്നത്. പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപനങ്ങൾ, ചെയ്യും 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 എന്ന പറച്ചിൽ. ഏതൊരു സിനിമയിൽ പറഞ്ഞതുപോലെ കൂടുതലും വാഗ്ദാനങ്ങളാണ് നമ്മുടെ സർക്കാർ ജനങ്ങൾക്ക് നൽകിയത് എന്ന് ബോബി കൊട്ടാരക്കരയുടെ കഥാപാത്രം സന്ദേശം എന്ന സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗ് ഓർത്തുപോകുന്നു. കൂടുതലും വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. പ്രഖ്യാപിക്കട്ടെ, എല്ലാം പ്രഖ്യാപിക്കട്ടെ, എല്ലാം. ആരോഗ്യ കേരളം നമ്പർ 1, വിദ്യാഭ്യാസ കേരളം നമ്പർ 1, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന കേരളം നമ്പർ 1 ആയി തന്നെ എന്നും തുടരട്ടെ.